അഞ്ജന, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. നമ്മുടെ ഉം. സ്കൂൾ അവധിക്കാലം ഉണ്ടല്ലോ, ഉം. നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് ഈ വേനൽ അവധിക്കാലം എന്നൊക്കെ പറയുന്നത്. ഉം. സാധാരണ മാർച്ച് ഏപ്രിൽ സമയങ്ങളിലാണ് ഇതുണ്ടാകാറ്. അതെ. ഏപ്രിൽ മെയ് മാസം. മാർച്ച് പരീക്ഷക്കാലമാണ്, അതെ ഏപ്രിൽ അതെ മെയ്. അതെ കറക്റ്റ് ഈ കറക്റ്റ്. ജൂൺ ജൂലൈ എന്ന് പറയുന്നത് മഴക്കാലമാണ്. അതെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ സ്കൂൾ കലണ്ടർ അവധിക്കാലം എന്നുള്ളത് ജൂൺ ജൂലൈയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഉം. ആ, ആവശ്യം. ഉം. അതിനോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ? ഒരു അമ്മയെന്ന നിലയിൽ ഉം. ചിലപ്പോൾ ഞാൻ യോജിച്ചു എന്നിരിക്കും. കാരണം എൻ്റെ കുട്ടികൾ ചിലപ്പോഴേ ഉള്ളൂ. അല്ല യോജിച്ചു എന്നിരിക്കും. കാരണം എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾ നനഞ്ഞ് ഒട്ടി സ്കൂളിൽ പോയി ആ നനവിലിരിക്കുക, പിന്നെ അവർക്ക് അസുഖങ്ങൾ വരിക. മൺസൂൺ സീസൺ പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പൊ കേരളത്തിലെ മൺസൂൺ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, ഏത് നേരവും മഴയാണ്. എറണാകുളത്ത് തന്നെ കാണാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ കുട്ടി സേഫായിട്ടിരിക്കണം, അസുഖങ്ങളൊന്നും വരരുത്, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുള്ളൂ. അമ്മേന്ന നിലയിൽ ചിലപ്പോൾ ഞാൻ അത് അംഗീകരിക്കും. പക്ഷേ ഒരു എൻ്റെ നൊസ്റ്റാൾജി, ഈ പറഞ്ഞ മാതിരി നൊസ്റ്റാൾജിക് ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാലേ, വേനലവധി എല്ലാവരും വരുന്നു, നമ്മുടെ കസിൻസൊക്കെ എല്ലാവരും ഒത്തുകൂടുന്നു, അതിൻ്റെ ഒരു ത്രില്ല് വേറെ തന്നെയാണ്. അത് മാത്രമല്ല സ്കൂൾ തുറക്കുന്നതിൽ പുതിയ കൊട, റെയിൻകോട്ട്, ഇതൊക്കെ നമ്മുടെ ഒരു ശരിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഒരു സങ്കടമൊക്കെ വരും. പക്ഷെ പൊതുവായിട്ട് എന്തായിരിക്കും അഭിപ്രായം? എന്ത് തോന്നുന്നു? അതായത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ആലപ്പുഴക്കാരനാണ്, എനിക്ക് കുട്ടനാട് വളരെ പരിചിതമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങ് പോയാൽ കുട്ടനാടാണ്, വെള്ളമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ മൊത്തം വെള്ളക്കെട്ടാവും. അവിടെയും സ്കൂളുകളുണ്ട്. ഏറിയ പങ്കും ഈ റോഡ് മാർഗമല്ല കുട്ടികൾ വരുന്നത്. അവർ വള്ളത്തിലോ ബോട്ടിലോ നീന്തിയോ, നീന്തി വെച്ചാൽ മൊത്തത്തിലല്ല, മുട്ടൊപ്പം വെള്ളത്തിൽ നീന്തിയൊക്കെയാണ് പലരും മഴക്കാലത്ത് വരും. അവരെ സംബന്ധിച്ച് ഇതൊരു പ്രഖ്യാപനം, അവർ കാത്തിരുന്നൊരു പ്രഖ്യാപനമായിട്ടേ ഞാൻ കരുതുള്ളൂ. അത് മാത്രമല്ല, ഈ തീരദേശ മേഖലകളിലെ സ്കൂളുകളൊക്കെ ഈ മഴക്കാലത്തെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഈ സ്കൂൾ തുറന്നെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവിടെ ക്ലാസ്സുകൾ നടക്കില്ല. അവിടെ ഏറിയ പങ്കും അഭയാർത്ഥി ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ആവും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ജൂൺ ജൂലൈ എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യ സാഹചര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ആക്സിഡൻറ്റുകൾ, അപകടങ്ങൾ, ഇപ്പോൾ സ്കൂൾ കെട്ടിടങ്ങളുടെ ബലക്ഷയം അതൊരു ഘടകമാണ്. പക്ഷെ അതിനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഈ മഴക്കാലത്താണ്. അത് മാത്രമല്ല, നമ്മൾ പോകുന്ന വഴിക്ക് വാഹനാപകടങ്ങളായാലും ശരി, മണ്ണിടിച്ചിലായാലും ശരി, മരങ്ങൾ മറിഞ്ഞ് വീഴുന്നതാണെങ്കിലും ശരി, അപകട സാധ്യത. ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു നഗരപ്രദേശത്താണ്, പക്ഷേ ഈ നമ്മുടെ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ അവിടെ പകൽ യാത്ര പോലും അസാധ്യമാകുന്ന സമയങ്ങളുണ്ട് ഈ മഴക്കാലത്ത്. സ്കൂൾ വാഹനങ്ങളടക്കം നമ്മുടെ എറണാകുളം ജില്ലയിൽ മുമ്പ് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ വാനിന് മേലിൽ ഒരു മരം വീണിട്ട് അതിനുശേഷമാണ് ഈ റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ വെട്ടി നീക്കണം, അതായത് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളൊക്കെ വെട്ടി നീക്കണം എന്നൊരു നയം പോലും സർക്കാർ നടപ്പിലാക്കിയത്. അപ്പോൾ ഏറിയ അപകടങ്ങൾ വല്ലാണ്ട് വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മഴക്കാലം. പിന്നെ മറ്റൊന്നുകൊണ്ട് ഈ കുരുത്തംകേട് പിടിച്ച പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർ ഈ മഴക്കാലം ആവുന്നവർക്ക് വിഷയമല്ല. അവർ നേരെ കുളിക്കാനും മറ്റു മീൻ പിടിക്കാനും ഒക്കെ അവർ വീട്ടുകാരൊന്ന് ശ്രദ്ധിച്ചാൽ ആ അപകടങ്ങൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ നമ്മുടെ ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞതുണ്ടല്ലോ, ഈ വേനലവധിക്കാലം, അത് ആ കാലം, ആ വംശം നശിച്ചു പോയെന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ആരും കൂടാറില്ല എന്നുള്ളതാണ്. കൂടാറില്ലെന്ന് മാത്രമല്ല, കൂടാനായിട്ടുള്ള സ്ഥലങ്ങളില്ലല്ലോ. അതായത് ഈ കളിയിടങ്ങൾ വേണമല്ലോ. ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഈ പറയുന്ന പാടങ്ങൾ, ഇപ്പോൾ അവിടെ കൃഷി ഇല്ലാതെ കിടക്കുന്ന സമയത്താണ് കുട്ടികൾ അവിടെ കയ്യേറുക. അതൊക്കെ ഇപ്പോൾ ചതുപ്പ് നിലമായി മാറി, വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലങ്ങളായി മാറി. മറ്റ് സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കൃഷിയില്ല. ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പകാലത്ത് കളിച്ചോണ്ടിരുന്ന ഒരു കണ്ടം, ഞങ്ങളുടെ കണ്ടമെന്നാ പറയുക, വയല്, അതിന്റെ ചുറ്റുപാടും വീടുകൾ വന്നു, അങ്ങോട്ടുള്ള വഴി. അതായത് പണ്ട് ആരും ഇങ്ങനെ വഴി കെട്ടി അടയ്ക്കുക അങ്ങനെയൊന്നുമില്ല, തുറസായി കിടക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ പരിസരത്തൊക്കെ വീടുകൾ വന്നു. ഇപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ദുഃഖ യാഥാർത്ഥ്യമാണ്, ഞങ്ങൾ കളിച്ച അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നു, പക്ഷെ അങ്ങോട്ട് പോകാൻ മാർഗ്ഗമില്ല. അപ്പൊ ഇങ്ങനെ നൊസ്റ്റാൾജിയ നമുക്ക് വേണമെങ്കിൽ എഴുതി ഫലിപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് 4 ലൈക്ക് കിട്ടുന്നതിനപ്പുറം യാഥാർത്ഥ്യം നേരെ വിരുദ്ധമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ജോലി സാധ്യത കുറഞ്ഞതോ എന്ത് കാരണം കൊണ്ടായാലും ഇവിടുന്ന് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് പോവാണ് പല കൺട്രീസിലേക്കും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആൾക്കാർ അധികം ഇല്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് തിരിച്ച് നാട്ടിൽ വരാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ, അവരുടെ വിദ്യാഭ്യാസ അവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജൂലൈ ഓഗസ്റ്റ് സമയമാണ്. ആ സമയത്താണ് അവർ വരിക. ആ സമയത്ത് ഇവിടെയും നമുക്ക് അവധിയാണെങ്കിൽ ഇവിടെ ഉള്ളവർക്കും അവർക്കും എല്ലാം കൂടി എഗെയിൻ ഒരു യൂണിഫൈഡ് ആയിട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറും അതിനൊക്കെ ഒരു സാധ്യതയും ആ ഒരു സമയത്തുണ്ട്. മറ്റൊരു നമ്മൾ പറയാതെ വിട്ടുപോയൊരു സംഗതിയുണ്ട്. അതായത് ഈ അവധിക്കാലം എന്ന് പറയുന്നത് 2 മാസം ഏറിയ പങ്കും അധ്യാപകർക്ക് വെറുതെ ഇരുന്ന്
സാലറി മേടിക്കാനായിട്ടുള്ള. ചിലപ്പോൾ അവർക്ക് ആ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ചില ക്യാമ്പുകളിൽ അവർക്ക് പങ്കെടുക്കേണ്ടി വരും. ചിലപ്പോൾ വല്ല സെൻസസോ അതേപോലെയുള്ള ഫീൽഡ് വർക്ക് ചിലർക്കുണ്ടാകും. കുറച്ച് പേർക്ക് ഈ മൂല്യനിർണ്ണയ പരിപാടികളൊക്കെ ഉണ്ടാകും. എന്നാലും ആ ഒരു 60 ദിവസം എന്ന് പറയുന്നതിൽ ഒരു മിനിമം ഒരു 30-40 ദിവസം അവർ റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുമായിട്ട് അവരുടെ ആ മാൻ പവർ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഒരു വലിയ ചർച്ച പോലും വേണമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ മറ്റേ സ്കൂളിന്റെ സമയക്രമം അത് ചർച്ച വേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ രാവിലെ 10 മുതൽ 4 വരെ എന്നുള്ള സമയക്രമം ഇപ്പോൾ അരമണിക്കൂർ കൂടി വർദ്ധിപ്പിച്ചു. അത് വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നു. കാരണം ഈ മുസ്ലിം സംഘടനകൾ അവരുടെ മദ്രസ പഠനത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അതിപ്പോൾ ഈ ഹൈസ്കൂൾ തലത്തിലുള്ള സംഗതിയാണ് കേട്ടോ ഈ പറയുന്നത്. 8 മുതൽ 10 വരെയാണ് ഈ സമയക്രമം വന്നത്. അപ്പോൾ അവരുടെ മദ്രസ പഠനത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് വെള്ളിയാഴ്ചയാണല്ലോ ഈ നമസ്കാരം, ജുമാ നമസ്കാരം ഒക്കെ ഉള്ളത്. വെള്ളിയാഴ്ച ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ തത്വത്തിൽ അതിന് അംഗീകാരം. അത്തരം വിഷയങ്ങൾ, അതായത് മൊത്തത്തിൽ പല സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ അത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷെ ഇതിനൊരു ചർച്ച പോലും വേണമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ചർച്ചയുടെ കുഴപ്പമല്ല പ്രേം. ഇതെന്തെന്ന് വെച്ചാൽ എന്തൊരു ചെറിയ കാര്യവും അതിന് കൊടി പിടിക്കാൻ 10 പേര് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുത്തത്. അതുണ്ടാ അതിപ്പോ കേരളത്തിന്റെ പൊതു സമീപനം അത് തന്നെയാണ്. അതായത് നമ്മൾ എന്തൊരു പുതിയൊരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നാലും അതിന് ആദ്യമേ വരുന്ന വിവാദമാണ്, വിമർശനം. ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ദേശീയപാത നിർമ്മാണം പോലും കുറഞ്ഞതൊരു 10-20 വർഷം പിന്നോട്ട് പോയതിന്റെ കാരണം അതിന്റെ ഗുണത്തെക്കാളേറെ അതിന്റെ ദോഷവശങ്ങൾ നമ്മൾ വല്ലാണ്ട് അങ്ങ് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമയക്രമം, അതായത് ഈ വേനലവധിക്കാലം എന്നുള്ളത് മഴക്കാല അവധിക്കാലം എന്നൊക്കെ മാറ്റുമ്പോൾ അത് ആ രീതിയിൽ നമ്മളതിൻ്റെ ഗുണവശത്തേക്കാളേറെ നമ്മളതിൻ്റെ ആശങ്കകളായിരിക്കും ചർച്ച ചെയ്യുക. അതുമാത്രമല്ല, ഇത് ഒരു വിപണിയെ സംബന്ധിച്ച് ഇതൊരു വലിയ നിർണായക സംഗതിയാണ്. കാരണം ഈ മഴക്കുട, റെയിൻകോട്ട്, ചെരുപ്പ്, അതൊന്നും ചെലവാവില്ല. അവരെ സംബന്ധിച്ച് ഇങ്ങനൊരു മാറ്റം വരുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ട്രാവൽ ആൻഡ് ടൂറിസമിലും അത് ബാധിക്കും. ഇപ്പൊ വേനൽ സമയം ആകുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും പോവാം, മഴയില്ല, അപ്പൊ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പോവാം, അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷെ മഴക്കാലത്ത് പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് പിന്നെയും അവധി നഷ്ടപ്പെടുകയാണ്, വീട്ടിന്റെ അകത്ത് തന്നെ അടഞ്ഞുകൂടി ഇരിക്കണ്ടേ. അതും ഒരു വലിയൊരു ഫാക്ടറാണ് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ പേരൻസ് സമ്മതിച്ചു എന്ന് വരില്ല. അവർക്ക് യാത്ര ചെയ്യാൻ കിട്ടിയ ഒരു ഫാമിലി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റിയ സമയമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പരമാവധി ഒരു 2-3 ദിവസത്തെ വിനോദയാത്രയാണോ, അല്ലെങ്കിൽ പോട്ടെ ഒരാഴ്ചത്തെ ഒരു ട്രിപ്പാണോ, അതോ ജീവിതകാലം മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ഉള്ളതാണോ നല്ലത് എന്നുള്ളത്. കാര്യം ഈ മഴക്കാലത്ത് സ്കൂളിൽ പോകുന്ന വഴിക്ക് വലിയ അപകടങ്ങളിൽ പെടുന്നതാണോ, അല്ലെങ്കിൽ അത്തരം കലാമിറ്റീസിൽ നമ്മുടെ കുട്ടികളും അതിൻ്റെ ഭാഗമാകുന്നതാണോ നല്ലത്. ഈ മഴക്കാലത്ത് ഏറ്റവും സുരക്ഷിതമായ, അവർ എത്ര വലിയ മഴ പെയ്താലും എത്ര വലിയ ഇടിവെട്ടുണ്ടായാലും മിന്നലുണ്ടായാലും അവർ നമ്മുടെ വീട്ടിൽ സേഫാണോ എന്ന് കരുതുന്നതാണോ നല്ലതെന്ന് ചിന്തിക്കുമ്പോൾ ഒരു പരിധിവരെ പ്രശ്നം. ഏതായാലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. കാര്യം ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ ചർച്ചകൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമുക്കൊരു പൊതുധാരണ ഉണ്ടായാൽ ഒരു പക്ഷേ അടുത്ത തവണ, കാരണം ഈ പ്രശ്നം ഇന്നും അതായത് കേരളത്തിന്റെ കാലാവസ്ഥ മൊത്തത്തിൽ മാറി. അപ്പൊ അന്ന് മുതൽ ഉയർന്നു വന്നൊരു ചർച്ചയാണ് അത്. എനിക്ക് തോന്നുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം, ഇത് നല്ലൊരു തീരുമാനമാണ്, അത് നടപ്പിലാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.